ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഗിഫ്റ്റ് ഫോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പൈപ്പ് വെൽഡിങ്ങിനെ കുറിച്ചാണ്. വെൽഡർമാർക്ക് വിവിധ തരത്തിലുള്ള വെൽഡിങ്ങുകളുണ്ട്. അതിൽ തന്നെ പൈപ്പ് വെൽഡിങ്, സ്ട്രക്ചറൽ വെൽഡിങ്, പ്ലേറ്റിൻ്റെ വെൽഡിങ്, പിന്നെ അതുകൂടാതെ ജനറൽ എഞ്ചിനീയറിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന വെൽഡിങ്ങുകൾ, ഇതൊക്കെ ഇങ്ങനെ വിവിധ തരത്തിലുള്ള വെൽഡിങ്ങുകൾ ഉണ്ടെങ്കിലും, വിവിധ മേഖലകളിൽ വെൽഡിംഗ് ജോബുകൾ ഉണ്ടെങ്കിലും പൈപ്പിംഗ് ഒരു പ്രത്യേക സാധ്യതയാണ് വെൽഡർമാർക്ക് നൽകുന്നത്. കാരണം ഏറ്റവും മികച്ച ശമ്പളം ലഭിക്കുന്നതും ഏറ്റവും കൃത്യത ആവശ്യമുള്ളതും ക്വാളിറ്റി ജോബ് ആവശ്യമുള്ളതുമായ മേഖലകളിൽ ഒന്നാണ് പൈപ്പ് വെൽഡിങ്ങിൻ്റേത്. അതുകൊണ്ട് തന്നെ പൈപ്പ് വെൽഡിംഗ് മറ്റ് വെൽഡിംഗ് മേഖലകളിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമാണ് എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇന്ന് നമ്മൾ പൈപ്പ് വെൽഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ടൈപ്പിലുള്ള വെൽഡിങ്ങുകളുണ്ട്. അതിൽ തന്നെ SMAW അഥവാ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് അഥവാ സ്റ്റിക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന വെൽഡിംഗ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ടങ്സ്റ്റൺ ഇനർട്ടഡ് ഗ്യാസ് വെൽഡിംഗ്, ടിഗ് വെൽഡിംഗ്, അതുകൂടാതെ മെറ്റൽ ഇനർട്ടഡ് ഗ്യാസ് അഥവാ മിഗ് വെൽഡിംഗ്, അതുകൂടാതെ FCAW ഫ്ലെക്സ് കോഡ് ആർക്ക് വെൽഡിംഗ്. ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള വെൽഡിംഗ് രീതികളൊക്കെ തന്നെ നമ്മൾ പൈപ്പിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് പലപ്പോഴും അത് മാത്രമായിട്ടോ അല്ലെങ്കിൽ രണ്ട് രീതികൾ ചേർന്നിട്ടോ ഒക്കെ നമ്മൾ പൈപ്പിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പൈപ്പിങ്ങിൽ എങ്ങനെയാണ് ഈ വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ടൈപ്പിലാണെന്ന് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമാക്കുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം വരെ. ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിഗ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻ, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. ഷീൽഡഡ് ഗ്യാസ് കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഷീൽഡിങ് ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നത് ആർഗണാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടിഗ് വെൽഡിംഗ് മെഷീൻ, അതിൻ്റെ ഇലക്ട്രിക് സോഴ്സ് അവിടെ നമുക്ക് കാണാം, പവർ സോഴ്സ്. അതുകൂടാതെ ഇതിലുപയോഗിക്കുന്ന ഇലക്ട്രോഡുകളൊക്കെ നമുക്കിവിടെ വെച്ചിരിക്കുന്ന കാണാം. 45 ഡിഗ്രിയിൽ ഇവിടെ വെൽഡ് ചെയ്യുന്നതാണ്. ഇവിടെ റൂട്ട് എങ്ങനെ വെൽഡ് ചെയ്യാം എന്നുള്ളതാണ് ടിഗ് വെൽഡിങ്ങിൽ. ടിഗ് വെൽഡിങ്ങിൻ്റെ പ്രത്യേകത ഇത് ഹൈ ക്വാളിറ്റി വെൽഡിംഗ് നൽകുന്നു എന്നതുകൊണ്ട് ടിഗ് വെൽഡിങ്ങിന് പൈപ്പിൻ്റെ വെൽഡിങ്ങിൽ വളരെ വലിയൊരു സുപ്രധാന സ്ഥാനം ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഇതാ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ടിഗ് വെൽഡിങ്ങിൽ അവർ അത് ആ കപ്പിൻ്റെ മൂവ്മെൻറ്റിലൂടെ അതിനകത്ത് കാണുന്ന ആ ഇലക്ട്രോഡിൻ്റെ പ്രത്യേകത, അത് കൺസ്യൂമബിൾ ഇലക്ട്രോഡല്ല, അത് ആർക്ക് ഫോം ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഇലക്ട്രോഡാണ്, ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. അതിൽ നമ്മൾ ഫില്ലർ മെറ്റൽ അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ഒരു വെൽഡർക്ക് മാത്രമേ ടിഗ് വെൽഡിങ് ചെയ്യാൻ കഴിയൂ. കാര്യം ഒരേ സമയം രണ്ട് കൈയും കൃത്യമായി പ്രവർത്തിക്കണം. നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ടോർച്ചിൻ്റെ മൂവ്മെൻറ്റും ഫില്ലർ മെറ്റലിൻ്റെ ഫീഡിങ്ങും ഇത് ഒരുപോലെ തന്നെ. പിന്നെ അതുകൂടാതെ അതിൻ്റെ വേവിങ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ, നല്ല ഹൈ സ്കിൽഡ് വെൽഡർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ടിഗ് വെൽഡിംഗ് പൈപ്പിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ശരിക്കും സ്റ്റിക്ക് വെൽഡിംഗ് ആണ്. അതായത് SMAW ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്. ഇവിടെ കൺസ്യൂമബിൾ ആയിട്ടുള്ള വെൽഡിംഗ് ഇലക്ട്രോഡ് ഉപയോഗിച്ച് അവർ റൂട്ട് ചെയ്യുന്നത് കാണാം. ഇവിടെ ഒരു പൈപ്പ് ലൈൻ, ഒരു T ജോയിൻറ്റ് ചെയ്യുന്നതാണ്, ടീയുമായിട്ട് ചേർത്ത് ചെയ്യുന്നതാണ്. ഇത് കാണുന്നത്, ഇപ്പോൾ കാണുന്നത് ഒരു 6G പൊസിഷനിൽ പൈപ്പ് വെൽഡ് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ശരിക്കും പൈപ്പിൻ്റെ വെൽഡിങ്ങിൽ നമുക്ക് 4 ഘട്ടങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ റൂട്ട് പാസ് എന്ന് പറയും. ആ റൂട്ട് പെനിട്രേഷനോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മളത് റൂട്ട് അടിക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഹോട്ട് പാസ് രണ്ടാമത്തേത്, മൂന്നാമത്തേത് അതിൻ്റെ ഫില്ലിംഗ്, നാലാമത്തേത് ക്യാപ്പിംഗ്. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് പൈപ്പ് വെൽഡിങ്ങിൽ സാധാരണയായി ഉള്ളത്. ഇവിടെ നമ്മൾ കാണുന്നത് ആ പൈപ്പ് വെൽഡിങ്ങിൻ്റെ അവസാന ഘട്ടമായ ക്യാപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. പൈപ്പിൽ പ്രധാനമായും 4 പൊസിഷനുകൾ നമുക്ക് കാണാറുണ്ട്. 1G, 2G, 5G ആൻഡ് 6G. 1G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് പൊസിഷനിലാണ്, പൈപ്പ് റൊട്ടേറ്റ് ചെയ്യും. 2G എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ വെൽഡിംഗ് ആണ് അതിൽ ചെയ്യുന്നത്, പൈപ്പ് ഫിക്സഡ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. 5G എന്നാൽ വെർട്ടിക്കൽ വെൽഡിംഗ് ആണ്, പൈപ്പ് ഫിക്സഡ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. 6G എന്നാൽ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഇതാണ് സാധാരണ സർട്ടിഫിക്കേഷൻ ഒക്കെ ആവശ്യമായി വരുന്നത് 6G പൊസിഷനാണ്. ഇത് കൂടാതെ 6GR എന്ന് പറയുന്ന മറ്റൊരു പൊസിഷനും പൈപ്പിൻ്റെ സർട്ടിഫിക്കേഷനിൽ വരാറുണ്ട്. പൈപ്പിൻ്റെ വെൽഡിങ്ങിൽ സാധാരണ
പലതരത്തിലുള്ള വെൽഡിംഗ് രീതികൾ ഉപയോഗിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ടിഗ് വെൽഡിങ്ങിനാണ്. കാരണം പ്രത്യേകിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള ഇത് വെൽഡ് ചെയ്യുന്ന പൈപ്പുകൾ വെൽഡ് ചെയ്യുന്ന സമയത്ത്, കാരണം അത് നല്ല ഹൈ ക്വാളിറ്റി ഫിനിഷിങ്, അതായത് ഹൈ ക്വാളിറ്റി വെൽഡ് ജോയിൻറ്റ് നമുക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് ഇത്രമാത്രം പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ്. പൈപ്പിൽ 6G പൊസിഷനിൽ എങ്ങനെ ടിഗ് വെൽഡ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഇവിടെ പഠിപ്പിക്കുന്നത് ടിഗ് ആൻഡ് ആർക്ക് വെൽഡിംഗ് ആണ്. അത്യാവശ്യം ആർക്ക് വെൽഡിങ്ങിൽ അറിയാവുന്ന ആളുകൾക്ക് നമ്മളിവിടെ ആ ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതോടൊപ്പം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വെൽഡിങ് അറിയാവുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ ഉണ്ട്. ഓക്കെ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തരത്തിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ടിഗ് ആൻഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു വെൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു പൈപ്പ് വെൽഡിങ്ങിനെ കുറിച്ച് ഒരു ജനറലായിട്ട് ഉള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.